ജീവിതത്തിൽ നിന്ന് കിട്ടിയൊരു വലിയ പാഠമാണ്. പാഠം പഠിപ്പിച്ചു തന്നത് എൻ്റെ അമ്മയാണ്. അതിന് കാരണമായി മാറിയത് എൻ്റെ സ്കൂൾ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുന്നവരാരായാലും കൊച്ചു കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ഭാവിക്കും നിങ്ങൾക്കും ഒരുപാട് ഉപകാരമായി മാറും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. എനിക്കിത്തിരി വാശിയൊക്കെ കൂടുതൽ പിടിവാശി എന്ന് പറയും. ആഗ്രഹിക്കുന്നത് നേടുക എന്നുള്ള ഒരു വാശിയാണല്ലോ അത്. അപ്പം ആ കാലത്ത് ട്യൂഷനൊക്കെ ഉണ്ടല്ലോ. ട്യൂഷൻ രാവിലെ പോകുന്നു, ട്യൂഷൻ കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോകുന്നു, തിരിച്ച് ട്യൂഷൻ വരുന്നു, അവിടെ നിന്ന് പിന്നെ വൈകുന്നേരം സന്ധ്യയാവും വീട്ടിലെത്തുന്നു. അങ്ങനത്തെ ഒരു ടൈമുണ്ടല്ലോ. അതായത് രക്ഷിതാക്കൾ കൂടുതലും അധ്യാപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തെന്ന് പറയും. തല്ലിയാലും ഒരു കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും അവർ പഠിച്ച് ജയിച്ചാൽ മതി എന്ന് കരുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെയല്ല അന്നത്തെ കാലഘട്ടം. അപ്പം എനിക്കെന്തെങ്കിലും വാശി, എനിക്കെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വാങ്ങിച്ച് തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, രാവിലത്തെ ഭക്ഷണം വേണ്ടതായിരിക്കും, ഉച്ചക്കലത്തേക്കുള്ള ചോറ് എടുക്കത്തില്ല, എന്നിട്ട് പിണങ്ങി അങ്ങ് പോകും. അപ്പം ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹിച്ച ഒരു ഷൂ വാങ്ങിക്കണം. എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെരുപ്പ് ഇല്ലാതെ പോയി. പാവം എൻ്റെ അച്ഛൻ അന്ന് സൈക്കിളാണല്ലോ കൂടുതലും. സൈക്കിളിൽ എൻ്റെ രാവിലത്തതും ഉച്ചക്കലത്തതും ഒക്കെ ആയിട്ട് ട്യൂഷൻ സെൻ്ററിൻ്റെ അടുക്ക വന്ന് നിന്നു. എന്നിട്ട് തന്നിട്ട് അപ്പുറത്ത് തന്നെ വേറെ കടയുണ്ട്, അവിടെ നിന്ന് എനിക്ക് ഷൂ വാങ്ങിച്ചു തന്നു. ഷൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡൽ ഷൂ അല്ല, പണ്ടത്തെ ഒരു ഇതാണ്. അപ്പം വാങ്ങിച്ചു തന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതെനിക്ക് മനസ്സിലിങ്ങനെ കയറി. പിന്നീട് അടുത്ത ആവശ്യം ബാഗായിരുന്നു, വേറൊരു ടൈപ്പിലെ ബാഗ്. അങ്ങനെ ഞാൻ ആ ആവശ്യവുമായി മുന്നോട്ട് നിന്നു. നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും സത്യാഗ്രഹം ചെയ്യാമെന്ന് വിചാരിച്ചു, നിരാഹാരം. അങ്ങനെ രാവിലത്തത് കഴിക്കാതെ പോകുന്നു, ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കാതെ പോകുന്നു. ഇതുപോലെ തന്നെ വരുന്നു, എനിക്ക് ഫുഡൊക്കെ തരുന്നു, ബാഗ് വാങ്ങിച്ച് തരുന്നു. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ വീട്ടിൽ ചെല്ലുന്നു. അന്ന് വൈകുന്നേരം വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിനക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, നമ്മുടെ വീട്ടിലെ സാഹചര്യം നിനക്കറിയത്തില്ലേ? അതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായില്ലേ? ഇപ്പം നീ എന്തെങ്കിലും വാശി പിടിച്ചാൽ അത് വാങ്ങിച്ച് തരാനുള്ള പൈസ ഈ വീട്ടിലുണ്ടോ എന്ന് നീ അറിയണ്ടേ? പൈസ ഉണ്ടെങ്കിലല്ലേ വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ അനാവശ്യമായിട്ട് വാശി പിടിക്കുന്നത് ശരിയാണോ? അവരവരുടെ നിലനിൽപ്പിന് മോശമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാകും. പക്ഷെ അനാവശ്യമായ വാശി ഒരിക്കലും നല്ലതല്ല. നീ ഇപ്പം വാശി പിടിക്കുമ്പോൾ അത് വാങ്ങിച്ചു തരാനുള്ളത് ഇവിടെ അച്ചാച്ചനെന്ന് വിളിക്കും, അച്ചാച്ചൻ്റെ കയ്യിൽ കാണത്തില്ല പൈസ. അപ്പം പിന്നെ നീ അത് ചെയ്യുന്നത് ശരിയാണോ? നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൂടെ നോക്കണ്ടേ? നമ്മുടെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവെന്ന് പറയാൻ പറ്റില്ല. അമ്മ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. എത്രയോ വർഷത്തിന് മുമ്പുള്ള കാര്യമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അഭിമാനത്തോടുകൂടി ഞാൻ പറയണം, ഒരു കാര്യത്തിനും ഞാൻ വാശി പിടിച്ചിട്ടില്ല. അർഹിക്കാത്തത് ആഗ്രഹിക്കരുതെന്നൊക്കെ പറയേണ്ട അമ്മ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഞാൻ സത്യമാണ്, അന്ന് എനിക്ക് മനസ്സിലായതാണ്. ആ പ്രായത്തിൽ എനിക്ക് മനസ്സിലായി, നമുക്ക് സത്യമല്ലേ അമ്മ പറഞ്ഞു തന്നത്. ഞാനങ്ങനെ വാശി പിടിച്ചു. ഇവിടുന്ന് പണം വന്നു എനിക്കത് വാങ്ങിച്ചു തരാം ഞാൻ ചിന്തിച്ചില്ല. ഞാനപ്പം വാശി പിടിക്കുന്നതനുസരിച്ച് എനിക്ക് വാങ്ങിച്ചു തരുമെന്നുള്ള എൻ്റെ മനസ്സിൻ്റെ തോന്നലാണത്. പക്ഷേ അന്ന് അമ്മ പറഞ്ഞത് മനസ്സിലാക്കിയപ്പോൾ പിന്നീട് എനിക്ക് ഒരു കാര്യത്തിനും ഇങ്ങനെ വാശി പിടിക്കേണ്ടി വന്നിട്ടില്ല, തോന്നിയിട്ടില്ല. അത് ഉൾക്കൊണ്ട്
അമ്മ പറഞ്ഞു തന്നു. അമ്മയ്ക്ക് പറയുമ്പോൾ പ്രത്യേക രീതിയിൽ അമ്മ പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ അല്ലേ. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു തന്നു. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ തന്നെയാണ്. ആഗ്രഹങ്ങൾ ഒരുപാട് പലതിനോടും തോന്നിയിട്ടുണ്ടെങ്കിലും അത് നമുക്ക് നേടാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഉള്ള ഒരു ഇതെൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നിനെക്കുറിച്ചും കൂടുതലായിട്ട് ആഗ്രഹിക്കാറില്ല. ഇന്നത് വേണമെന്ന് മനസ്സിൽ പോലും വാശി പിടിക്കാറില്ല ഇന്നീ നിമിഷം വരെ. അപ്പോൾ നിങ്ങളുടെ കുട്ടികളും നിങ്ങൾ ഓരോന്ന് വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും, പക്ഷേ അവരെങ്ങനെ വളരണമെന്നുള്ളത് നിങ്ങളാണ് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. പറ്റുമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം, പക്ഷെ എല്ലാം അങ്ങനെ വാങ്ങിച്ചു കൊടുത്താലും പ്രശ്നം നിങ്ങൾക്ക് ഉള്ളതിനേക്കാട്ടിലും പ്രശ്നം പിന്നീട് അവർക്കുണ്ടാവും. ശരിയല്ലേ?